ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിമിതമായ സ്ഥലത്തിന്റെ പരിമിതിക്കുള്ളിൽ ദൈവത്തിന്റെ വചനം കേൾക്കുവാനുള്ള ആർത്തിയോടുകൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണങ്ങൾക്കും താല്പര്യങ്ങൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന അനുഗ്രഹീതന്മാരായ ദൈവത്തിന്റെ ദാസന്മാരും സഭാജനങ്ങളും ഒരുപോലെ ഈ യോഗങ്ങളോട് കാണിച്ച താല്പര്യങ്ങൾക്കായി പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയും എന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യുകയാണ്. ഞാൻ സാധാരണ പറയുന്നത് പോലെ ആര് പ്രസംഗിക്കുന്നു എന്നതിനേക്കാൾ അധികം ആരെ പ്രസംഗിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കർത്താവിന്റെ മഹത്വമേറിയ വേലയിലേക്ക് വരുവാനായിട്ട് ഇടയായ സാഹചര്യമാണ് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തു നമ്മെ വിളിച്ചതിന്റെ പരമപ്രധാനമായ ഉദ്ദേശം കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവം അപ്പോസ്തലന്മാരെയും ഇടയന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും സുവിശേഷകന്മാരെയും തന്റെ സഭയ്ക്ക് വേണ്ടി നിയമിച്ചിട്ടുണ്ട്. അത് ശുശ്രൂഷക വൃന്ദങ്ങളാണ്. എന്നാൽ തന്റെ സഭയിലുള്ള എല്ലാ വ്യക്തികളും കർത്താവിന്റെ സാക്ഷ്യം വഹിക്കണമെന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന പരമപ്രധാനമായ വിഷയമാണ്. ബാക്കിയെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത് കർത്താവിന്റെ സാക്ഷ്യം വഹിക്കാനാണ്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ സുവിശേഷ വേലയെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഏതെങ്കിലും ഒരു യോഗത്തിൽ എടുക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലും ശമരിയിലും ഭൂലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകണം. അപ്പോൾ ദൈവം നമ്മെ രക്ഷിച്ചതും ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നതും യേശുവിനെ കുറിച്ച് പറയുവാനാണ്. അതൊരു പാസ്റ്ററുടെയോ ഒരു സുവിശേഷകന്റെയോ ദൗത്യമല്ല. അവരതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടവരാണ്. സഭയിലുള്ള എല്ലാ വ്യക്തികളും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ രക്ഷയിലേക്ക് വന്ന ആ കാലങ്ങളിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം ഞങ്ങളുടെ പാസ്റ്റർ പ്രസംഗിക്കണം, എല്ലാവരും കേൾക്കണം. അന്ന് എനിക്ക് പ്രസംഗിക്കണമെന്ന് ആഗ്രഹമില്ല, പ്രസംഗിക്കാൻ അറിഞ്ഞും കൂടാ. അങ്ങനെ ഞങ്ങളുടെ പാസ്റ്റർ പരസ്യം നടത്താൻ പോകുന്ന വേളയിൽ ഞാന് ഞങ്ങളുടെ പാസ്റ്ററുടെ കൂടെ സഭയുടെ കൂടെ കടന്നുപോകും. അപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ നിന്നിങ്ങനെ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ വലിയ നേട്ടമുണ്ടായ പോലുള്ളൊരു പ്രതീതി എനിക്കുണ്ടാകുന്ന. എന്റെ പാസ്റ്റർ പ്രസംഗിച്ചു, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചു, അനേകർ കേട്ടു. വലിയ സന്തോഷമാണ് അന്ന്. അങ്ങനെ ഇരിക്കും കാലയളവിൽ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പരസ്യത്തിന് വേണ്ടി ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു യോഗം അവിടെ നടക്കുകയാണ്. മൈക്കും ഒക്കെ ഉണ്ട് അവർക്ക്. ഇന്നേക്ക് 16-15 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് ഞങ്ങളുടെ സ്ഥലത്ത് മൈക്ക് എന്നൊക്കെ പറയുന്നത് പെരുന്നാളിനൊക്കെ സാധാരണ കാണും. പള്ളി പെരുന്നാളുകൾ, അമ്പലങ്ങൾ, ഉത്സവത്തിനൊക്കെ. അത് നോട്ടീസിന്റെ അടിയിൽ NB ഇട്ടിട്ട് എഴുതിയിരിക്കും ഉച്ചഭാഷണി ഉണ്ടായിരിക്കുന്നതാണെന്ന്. അത്ര റെയർ കേസാണ് ഈ മൈക്ക് VSS അന്ന് ഞങ്ങളുടെ സ്ഥലത്ത്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മൈക്കും ഒക്കെ ഉണ്ട്. മൈക്ക് എന്ന് പറഞ്ഞാൽ 2 കോളാമ്പിയും ഒരു ബാറ്ററിയും 40-ന്റെയോ 60-ന്റെയോ ഒരു ആംപ്ലിഫയർ, ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അത് വലിയ കാര്യമാണ് അന്ന്. ഇവരിങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ പരിശോധനത്തിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഓർത്ത്, ദൈവമേ, എന്റെ പാസ്റ്റർക്കും ഈ മൈക്കിലൂടെ ഒന്ന് പ്രസംഗിച്ചിരുന്ന എത്ര പേര് യേശുവിനെ കുറിച്ച് കേൾക്കും. ഞാനിതിന്റെ ഓപ്പറേറ്ററും അതിന്റെ ഓണറുമായിരിക്കുന്ന ആളിന്റെ അടുക്കൽ ചെന്നു ചോദിച്ചു, നിങ്ങളുടെ യോഗം കഴിയുമ്പോൾ ഞങ്ങൾക്കും കൂടെ യോഗം നടത്താൻ ഈ മൈക്ക് തരാമെന്ന് ചോദിച്ചു. അയാൾ വാടകയ്ക്ക് കൊടുക്കുന്നയാളല്ലേ. അയാൾ പറഞ്ഞു തരാമല്ലോ. അയാൾ പറഞ്ഞു 30 രൂപ വാടക തരണം. അന്ന് 30 രൂപ എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല എന്നോർക്കണം. അന്ന് ഞങ്ങളുടെ നാട്ടിൽ 1.5 കിലോ അരിക്ക് 1.5 രൂപ കൊടുക്കണ്ട. അപ്പോൾ ആ 30 രൂപയുടെ വില മനസ്സിലായിക്കൊണ്ട് 1 കിലോ അരിക്ക് 1 രൂപ പോലും വിലയില്ല അന്ന് അവിടെ ഞങ്ങളുടെ നാട്ടിലൊന്നില്ല. അദ്ദേഹം പറഞ്ഞു 30 രൂപ. ഞാൻ പറഞ്ഞു എത്ര രൂപ വേണമെങ്കിലും തരാം. ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യക്കാരാണെന്ന് കണ്ടപ്പോൾ അയാൾ വേറൊരു ഡിമാൻഡും കൂടെ വെച്ചു. ഈ മൈക്കിന്റെ സാധനങ്ങളെല്ലാം അയാളുടെ വീട്ടിലെത്തിക്കണം. ഒരു 8 കിലോമീറ്റർ അകലെയാണ്. കാരണം അയാൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വണ്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പറ്റിയ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുതരാം. ഞങ്ങളുടെ പാസ് അന്ന് മൈക്കിലൂടെ പ്രസംഗിക്കുകയാണ്. അപ്പൊ യേശുവിന്റെ വചനം ഇങ്ങനെ മൈക്കിലൂടെ അനേക സ്ഥലത്ത് പോകുമ്പോൾ എന്റെ ആ കൊച്ചു ഹൃദയത്തില് വലിയ സന്തോഷം, ഹൃദയത്തില് വലിയ ആനന്ദം ഉണ്ടായി.
അത് കഴിഞ്ഞ് ഈ മൈക്കിന്റെ സാധനങ്ങൾ ഞങ്ങൾ 2 സൈക്കിളിൽ കെട്ടി ഞങ്ങൾ 2 സഹോദരന്മാർ പോവുകയാണ് 8 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്തേക്ക്. ഞങ്ങൾ ആദ്യം കയറാൻ നോക്കി, പക്ഷേ ഞങ്ങൾ 2 പേരും ഇടയ്ക്കിടയ്ക്ക് വീണതുകൊണ്ട് പിന്നെ ഇത് തള്ളിയാണ് പോയത്. അവിടുന്ന് ഈ സാധനങ്ങളെല്ലാം കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ സമയം രാത്രി 12 കഴിഞ്ഞു. പക്ഷെ ഒരു എന്തോ വലിയ കാര്യം സാധിച്ചതുപോലുള്ള ആ സംതൃപ്തിയാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് മൈക്കുകളുടെ മുൻപിൽ നിന്ന് പ്രസംഗിപ്പാൻ ദൈവം എനിക്കിടയാക്കി. അന്നങ്ങനെ പ്രസംഗിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. യേശുവിനെ പ്രസംഗിച്ചാൽ മതിയെന്നുള്ള ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. അല്പത്തിൽ വിശ്വസ്തനായാൽ അധികത്തിൽ കാര്യവിചാരകനാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അന്ന് ഞാൻ എന്റെ പാസ്റ്റർക്ക് വേണ്ടി മൈക്ക് വന്നെങ്കിൽ എനിക്ക് വേണ്ടി 100 കണക്കിന് ആൾക്കാർ ലോകത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയത്, ഏറ്റവും മോഡേൺ ആയത്, ഏറ്റവും ഭംഗിയായത് ഒക്കെയുള്ള PA സിസ്റ്റത്തിന്റെ മുൻപിൽ ഞാൻ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അങ്ങനെ 4 മാസങ്ങൾ കഴിഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് 4 മാസം കഴിഞ്ഞു. 4 മാസത്തിന്റെ ഉള്ളിൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. 4 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ചിന്തയ്ക്ക് മാറ്റമുണ്ടായി. പാസ്റ്റർ താലന്ത് ചെലവാക്കിയാൽ അത് പാസ്റ്റർക്കുള്ളതാണ്. ഞാനും എന്റെ താലന്ത് ചെലവാക്കണമെന്നുള്ള ചിന്ത എന്നെ ഭരിക്കാൻ തുടങ്ങി. സഭയ്ക്കും ദൈവദാസന്മാർക്കും സമ്പൂർണമായി വിധേയമായിക്കൊണ്ടിരുന്നു കൊണ്ട് തന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളെ വ്യാപാരം ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞങ്ങളുടെ ചർച്ചിലുള്ള ചില യുവ സഹോദരന്മാരെ അതിനുവേണ്ടി ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കും പരിശോധന നടത്താൻ പോവാം. 4 പേര് സംഘടിതമായിട്ട് ഞങ്ങൾ പോവുകയാണ്. അതിലേറ്റവും കൂടുതൽ പ്രസംഗിക്കാൻ കഴിവുള്ള ആൾ ഞാനായിരുന്നു. കാരണം രക്ഷിക്കപ്പെട്ട് 4 മാസം ആയല്ലോ. എന്നേക്കാൾ കൂടുതൽ പ്രസംഗിക്കാൻ കഴിവുള്ളവരായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നവർ. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും പ്രസംഗിക്കാൻ അറിയത്തില്ലെന്ന് ചുരുക്കം. പക്ഷേ ഹൃദയത്തിലെ വലിയ ആഗ്രഹം പോണം. ആദ്യം ഞങ്ങൾ പരിശോധനത്തിന് പോകുന്നത് എന്റെ സ്വന്തം ഗ്രാമത്തിലെ എന്റെ സ്വന്തം സഹോദരന്റെ കടയുടെ മുൻപിലാണ്. ആ സഹോദരനാകട്ടെ സുവിശേഷത്തോട് വളരെ എതിരുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് നിന്റെ ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഒരു ശിക്ഷ വരുത്തിക്കിടാന്ന് എന്നോട് വെല്ലുവിളിച്ചതും, അദ്ദേഹമാണ് ഉപദേശിമാരെ അടിച്ചിറക്കിയാൽ ഭാരതത്തിന് നന്മയുണ്ടാകൂ എന്ന് എന്നോട് പറഞ്ഞതുമൊക്കെയായ എന്റെ ജ്യേഷ്ഠൻ എന്റെ കടയുടെ മുൻപിലാണ് ഞാൻ ആദ്യം ഒരു പരസ്യത്തിന് ചെല്ലുന്നത്. എന്ത് പ്രസംഗിക്കണമെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ യേശുവിനെ കുറിച്ച് പറയണമെന്നുള്ള ആവേശം ഇങ്ങനെ തിങ്ങി നിറയുകയാണ്. അതുകൊണ്ട് വായിൽ വന്നതൊക്കെ പറഞ്ഞു. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്. അതതിന്റെ ഓർഡറിലാണോന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ 1/2 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചു. വലിയൊരു സംതൃപ്തി. അപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ പ്രസംഗിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. ഒന്ന് പ്രസംഗിച്ചപ്പം തോന്നി ഒന്നുകൂടെ പ്രസംഗിച്ചാൽ കൊള്ളാം. അപ്പം അവിടെ മൈക്കൊന്നുമില്ല, നോട്ടീസൊന്നുമില്ല, കവല പ്രസംഗം. ഇപ്പൊ അതിന് പ്രത്യേകിച്ച് ഇൻവിറ്റേഷൻ ഒന്നും വേണ്ടല്ലോ, ഒരാൾക്ക് വേണമെങ്കിൽ കേൾക്കാൻ പോവാം. ഒരു സ്ഥലത്തൂടെ പോയി പ്രസംഗിച്ചു. 2 പ്രസംഗം അന്നാളത്തെ. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ഞായറാഴ്ചയും ഈ പരസ്യത്തിന് പോയി പ്രസംഗിക്കും. ഞങ്ങളുടെ ഗ്രാമങ്ങളിലാണ് പ്രസംഗിക്കുന്നത്. എന്റെ കൂട്ടുകാരോട്, എന്റെ സ്നേഹിതരോട്, എന്റെ ചാർച്ചക്കാരോട്, ഞങ്ങൾ ഒന്നിച്ച് കളിച്ച് നടന്നവരോട് യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അങ്ങനെ 1 വർഷം എന്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് കർത്താവ് എന്നെ അനുവദിക്കുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച, എല്ലാ ഞായറാഴ്ചയും കവലകളിൽ പോയി പരസ്യം നടത്തുമായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ ജീവിത പടകിനെ ആ കരയിൽ നിന്നും കുറെ കൂടെ അകറ്റി, എന്റെ വീട്ടിൽ നിന്നും എന്റെ പ്രിയപ്പെട്ടവരിൽ നിന്നും കുറെ കൂടെ അകറ്റി പൂർണ്ണമായ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം എന്നെ വിളിക്കുകയായിരുന്നു. അങ്ങനെ വിളിച്ച ആ പ്രാരംഭ കാലഘട്ടത്തിലും എന്നെ ആരും പ്രസംഗിക്കാൻ വിളിക്കുകയില്ലായിരുന്നു. പ്രസംഗിക്കാൻ വിളിക്കണം എന്നുള്ളൊരു നിർബന്ധം എന്നിൽ ഭരിച്ചിരുന്നില്ല. പക്ഷെ യേശുവിനെ കുറിച്ച് പറയണമെന്നുള്ള നിർബന്ധം എന്റെ രക്തത്തിൽ ലയിച്ചു ചേർന്ന പോലെയായി. അതിന് ഞാൻ തിരഞ്ഞെടുത്ത മാധ്യമം തെരുവീഥികളായിരുന്നു. തിരുവല്ലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഹരിയാനയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും എന്റെ കൂട്ടുകാരെല്ലാം വെക്കേഷന് വീട്ടിൽ പോകുമ്പോൾ ഞാൻ ഏതെങ്കിലും കവലകളിലായിരിക്കുമായിരുന്നു. വെള്ളി, ശനി, ഞായർ ഈ ദിവസങ്ങൾ കിട്ടുന്ന അവധി സമയങ്ങളില്, പഠന സമയങ്ങളിൽ ഞാൻ ചെയ്യേണ്ട വേലകൾ കൂടെ ചെയ്യുവാനായിട്ട് പരസ്യത്തിന് വേണ്ടി കടന്നു പോകുമായിരുന്നു. അങ്ങനെ പോയൊരു കവലയിൽ ചെന്നൊരു പാട്ടുമൊക്കെ പാടി പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ നാട്ടുകാർക്കുണ്ടാകുന്ന
ചിന്ത വളരെ രസകരമായിരിക്കും. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. അസുഖം തുടങ്ങിയിട്ടുള്ളതേ എന്ന് തോന്നുന്നു. ഇപ്പോൾ ആശുപത്രി കൊണ്ടുപോയാൽ അധികം കൂടുകയില്ലെന്നുള്ള ചിന്തയിലായിരിക്കും ആൾക്കാർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നത്. ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് കവലകളിൽ അപൂർവം ചിലർ പാലും വെള്ളമൊക്കെ മേടിച്ചു തരും. ചായ കുടിക്കാനുള്ള പ്രായമില്ലെന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ ശ്രോതാക്കൾക്കുണ്ടാകുന്നത്. അപ്പൊ ഞങ്ങളെ വെറും പയ്യൻ സെറ്റായിട്ട് കാണുകയാണ്. അപ്പം ചിലർ പാലും വെള്ളമൊക്കെ മേടിച്ചു തരും. അതുമൊക്കെ ഞങ്ങൾ കുടിക്കുകയും ഒന്നും കിട്ടിയില്ല പൈപ്പ് വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യും. ചിലരൊക്കെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. ആരും വിളിച്ചില്ലേ കടത്തിനെ കിടക്ക്. ഇങ്ങനെ കടന്നു പോകുന്ന സമയമുണ്ടായിരുന്നു. അങ്ങനെ പോയ വഴിയിലെ ഉണ്ടായ ഒരു സംഭവം മാത്രം ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതൊരു ചെറിയ കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ എല്ലാ യോഗ സമയങ്ങളിലും പറയുന്ന ഒരു സാക്ഷ്യമാണത്. ഒരു ദിവസം മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പരസ്യയോഗങ്ങൾ നടത്തി. കൂട്ടിക്കൽ വഴി പൂഞ്ഞാറ് പാല ഭാഗത്തേക്ക് പോവുകയാണ്. 3 മാസത്തെ ഒരു പദയാത്ര ഇവിടെ ഉണ്ട്. കൂട്ടിക്കൽ വഴി ഇങ്ങനെ പോവുകയാണ്. റബ്ബർ തോട്ടങ്ങൾ ഉള്ള സ്ഥലമാണ് കൂടുതൽ. ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. നടന്ന് ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഈരാറ്റുപേട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ. സമയം ഏതാണ്ട് സന്ധ്യയായി. ഞാനൊരു മുസ്ലിം സഹോദരന്റെ കടയിൽ കയറി. അവിടെ നിന്നവരോടൊക്കെ സുവിശേഷം പറയുകയാണ്. അപ്പോൾ അവിടെ ഒരു ബെഞ്ചും ഒക്കെ വരാന്തേ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ തെരഞ്ഞെടുത്ത സ്ഥലം അത്ര മോശമല്ല എന്നുള്ള നിലയിൽ ഞാനും അവിടെ പോകാതൊക്കെ അങ്ങ് തങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ബെഞ്ചൊക്കെ ഉണ്ട് കിടക്കാൻ രാത്രി. കടക്കാരൻ എന്റെ ഈ നിപ്പും ഒക്കെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇന്ന് ഇവിടെ അടിയാനുള്ള പരിപാടിയാണ്. അയാൾ ഈ ബെഞ്ചും കൂടെ എടുത്ത് കടക്കകത്തിട്ടിട്ട് എന്നോട് പറഞ്ഞു, ഒരു ടൗൺ ഇതിനടുത്ത് എത്താനങ്ങോട്ട് പോകാൻ പറഞ്ഞു. അയാൾക്കറിയാം ഇത് കള്ളനാണോ ഉപദേശിയാണോ ആരാണോ. അയാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തെറ്റ് പറയാനൊക്കെയായിരുന്നു. എങ്കിലും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. അയാൾ അങ്ങനെ പറയുമെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഏതെങ്കിലും ഒരു സ്കൂളോ ശല്യമില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിച്ചേനും. ഇത് സമയം രാത്രിയായിപ്പോയി, മഴയും പെയ്യുന്നുണ്ട്. ഞാൻ അവിടുന്ന് അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് 10 പൈസ കൊടുത്ത് 2 മലയാള മനോരമയുടെ 2 ഷീറ്റ് വാങ്ങി, പത്രം വാങ്ങി. ഞാൻ അങ്ങനെ ഇറങ്ങി നടന്നു. ഇപ്പം മഴ പെയ്യുന്നുണ്ട്. ഒരെണ്ണം ഞാൻ ചുരുട്ടി വെച്ച് എവിടെയെങ്കിലും പോയി കിടക്കാൻ സ്ഥലം കിട്ടിയാൽ അത് വിരിക്കാനും, ഒരെണ്ണം ചുമ്മാ ഒരു കുട പോലെ തൽക്കാലമായിട്ട് ഞാനിങ്ങനെ വെച്ച് നടക്കുമ്പോൾ എനിക്ക് വലിയ വേദന ഉണ്ടായി ഹൃദയത്തിൽ. എനിക്കുമുണ്ട് കയറി കിടക്കാൻ ഒരു കൊച്ചു കുടിൽ. പക്ഷെങ്കിൽ എൻ്റെ ഉള്ളിൽ വലിയ ദുഃഖമുണ്ടായി. ആ സമയത്ത് ഒരു പാട്ടിന്റെ അടികൾ എൻ്റെ മനസ്സിലോടി വന്നു. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറി വന്നാൽ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, എന്നെ അവനടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ പാട്ട് തീർന്നപ്പോൾ ഞാനൊരു സ്കൂൾ വരാന്തയിൽ ചെന്നു. അന്ന് പഠനകാലമല്ലായിരുന്നത് കൊണ്ട് സ്കൂൾ പരിസരമോ വരാന്തയോ വൃത്തിയാക്കാതെ ഈർപ്പമണിഞ്ഞ് മഴ പെയ്യുന്നത് കൊണ്ട് നനഞ്ഞു കുതിർന്ന ഒരു സിമന്റ് തറയാണ് എന്നെ സ്വാഗതം ചെയ്തത്. ഞാൻ എന്റെ സൂക്ഷിച്ചു വെച്ചിരുന്ന പത്രം അവിടെ വിരിച്ചു. നല്ല ഇരുട്ടുള്ള ആ രാത്രിയിൽ വീട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ അമ്മയോട്, എന്റെ സഹോദരങ്ങളോട്
ഒന്നിച്ച് വിശ്രമിച്ച ഞാൻ ഒറ്റയ്ക്ക് അവിടെ കിടക്കുമ്പോൾ എനിക്ക് ഏകാന്തത തോന്നിയില്ല. എന്റെ ശരീരം വിറച്ചില്ല, ഭയം തോന്നിയില്ല, ഇരുളെന്നെ ഭയപ്പെടുത്തിയില്ല. എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധം എന്നെ ഭരിച്ചിരുന്നു. ക്രിസ്തുവിന്റെ ആ സാഹിത്യം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. പ്രഭാതവേളയിൽ ഞാൻ എഴുന്നേറ്റ് അടുത്ത പരിശോധനയായി കടന്നുപോയി. അങ്ങനെ ഒരു കഷ്ടതയുടെ സാക്ഷ്യം മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ചില വർഷങ്ങൾക്ക് ശേഷം കേരളക്കരയിൽ അന്ന് കിട്ടാവുന്ന ഒരു നല്ലൊരു ലക്സുറി കോച്ച് ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ 10-60 വിശ്വാസികളുമായിട്ട് മ്യൂസിക് ഐറ്റങ്ങളോട്, ഗായകരോട് പരിശോധനായിട്ട് ആ സ്ഥലത്ത് പോയി. അവിടെ നല്ല ആ ലക്സറി കോച്ച് ബസ്സിൽ ചെന്ന് അവിടെ ഇറങ്ങി ഞങ്ങളുടെ സഭയിലെ 10-60 വിശ്വാസികളുമായി ഒന്നിച്ച് അവിടെ നിന്ന് യോഗം നടത്തുമ്പോൾ കർത്താവിന്റെ ആത്മാവിനോട് ഇടപെടുകയായിരുന്നു. അന്നൊറ്റയ്ക്ക് ആരുമില്ലാതെ ആ പത്രവും തലയിൽ വെച്ച് കിടക്കയായിട്ടത് ചുരുട്ടിയും വെച്ച് നടക്കുമ്പോൾ ദൈവം പറയുകയായിരുന്നു, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ കാര്യവിചാരകനാക്കും. ന്യൂയോർക്ക് സിറ്റിയിൽ ഒരു സഹോദരൻ തന്റെ കാറിൽ എന്നെ കയറ്റിയിട്ടിങ്ങനെ പറഞ്ഞു, ദേവദാസനെ ഈ സീറ്റിൽ VP സിംഗ് ഇരുന്നിട്ടുള്ളതാണ്, ഇവിടെ MG രാമചന്ദ്രൻ ഇരുന്നിട്ടുള്ളതാണ്, ഇന്ത്യയിലെ മിനിസ്റ്റേഴ്സ് ഇരുന്നിട്ടുള്ളതാണ്. അദ്ദേഹം എംബസിയിൽ നിന്നും ആൾക്കാർ വരുമ്പോൾ തന്നെ വിളിച്ച് അവരെയൊക്കെ കൊണ്ടു നടക്കുന്ന കാറുള്ള ആളാണ്. എനിക്ക് തോന്നി ദേവദാസനെ കൂടെ ഈ കാറിൽ ഒന്ന് കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ വന്നതാണ്. മസ്കറ്റിൽ വന്നപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല കാറാണ് ഇത്, ജാഗ്വർ ആണ്. ജാഗ്വർ ഒരു വലിയ കമ്പനിയുടെ ഉടമസ്ഥൻ. അദ്ദേഹത്തിന്റെ വണ്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്തുമ്പോൾ എന്നോട് പറഞ്ഞു, ഒരു 10-20 ലക്ഷം രൂപയിൽ ഇപ്പോൾ ഇതിന് മുടക്കുണ്ടാവും. ഞാൻ ഒട്ടും മടിക്കാൻ ചാരിക്കിടന്നു വലിയ ഗമയ്ക്ക്. അപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഈരാറ്റുപേട്ടയിലെ നടപ്പ് ഞാൻ മറന്നില്ല. ബാംഗ്ലൂരിലെ ഏഷ്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൽ എന്നെ കൊണ്ടുപോയി നമ്മുടെ ഇന്ത്യയുടെ ജാഗ്വർ സൂപ്പർസോണിക് ഫ്ലൈറ്ററിൽ എന്നെ കയറ്റിയിരുത്തി, അതിന്റെ ഫ്ലൈറ്റ് എഞ്ചിനീയർ. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതിനകത്ത് കയറുന്ന ആദ്യത്തെ ഒരു ഉപദേശിയാണെന്ന് മറക്കരുത്. ഇതിനകത്ത് ആഭ്യന്തരമന്ത്രി അവരും കേണലും ഒക്കെ വന്ന് ടെസ്റ്റ് ചെയ്യാനേ കയറി ഇരിക്കാറുള്ളൂ. ആദ്യം കയറി ഉപദേശിയ. ഞാൻ ഒട്ടും മടിച്ചില്ല, ചാരിയിരുന്നു, ഗമയ്ക്കിരുന്നു. അപ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിലെ അകത്ത മനുഷ്യൻ വളരെ താഴ്മയോടെ പണ്ട് ഞാൻ നടന്ന രംഗം ഞാൻ ഓർത്തു. അല്പത്തിൽ വിശ്വസ്തനായ അധികത്തിൽ കാര്യവിചാരകനാക്കുന്ന ഒരു നല്ല ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് ആദ്യം ക്രൂശാണ് കാണിക്കുന്നത്. എന്നാൽ അവൻ ഇന്നും ക്രൂശ് തരികയല്ല, അതിന്റെ പിന്നിലെ അനുഗ്രഹങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. സാത്താൻ ആദ്യം കാണിക്കുന്നത് വലിയ അപ്പമാണ്, പക്ഷെ തിന്നുമ്പോൾ പല്ല് പറയുന്ന കല്ലായിരിക്കുന്നു മാത്രം. അവൻ ആദ്യം നന്മ കാണിച്ചിട്ട് ക്രൂശ് തരുന്നു. നമ്മുടെ കർത്താവ് ആദ്യം ക്രൂശ് കാണിച്ചിട്ട് നന്മ തരുന്നു. ഈ നല്ല കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഇടയാക്കിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇനി നാം ദൈവവചനത്തിലേക്ക് തിരിയാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ ഇവിടെ കളിക്കുന്ന കുഞ്ഞുങ്ങൾ പാടില്ല, ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരു ചലനങ്ങളും പാടില്ല. ഇപ്പോൾ അത് പറ്റാത്തവർക്കൊക്കെ ഒന്ന് ഇറങ്ങി വേണമെങ്കിൽ പതുക്കെ പോകുന്നതിനൊന്നും വിരോധമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കർത്താവിനെയാണ് സംസാരിക്കുന്നത്, മഹാരാജാവിനെയാണ് സംസാരിക്കുന്നത്. രാജാവിനേക്കാൾ വലിയവർ ആരും തന്നില്ല. ദൈവവചനത്തിലൂടെ ദൈവം നമ്മോട് ഇടപെടുവാനായിട്ട് നമുക്ക് അല്പസമയം കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും ദൈവത്തെ സ്തുതിക്കാം. സ്വന്തം കഴിവിൽ ചെയ്തെടുക്കുവാൻ കഴിയാത്ത ഒന്നാണ് ദൈവവചന ശുശ്രൂഷ. ദൈവാത്മാവ് വ്യാപരിക്കട്ടെ, ദുഃഖിതർ ആശ്വസിക്കട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ, ഭാവികൾ രക്ഷിക്കപ്പെടട്ടെ, ജനങ്ങൾ ദൈവാത്മാവിൽ നിറയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. യേശുവിന്
ദുഷ്ടശക്തി വെളിപ്പെടട്ടെ. സകല അന്ധകാര വ്യാപാരങ്ങളെ, യോഗത്തിനെതിരായി വ്യാപരിക്കുന്ന സകല ദുഷ്ടശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധിക്കുന്നു. കുഞ്ഞുങ്ങൾ, യുവാക്കന്മാർ, യുവതികൾ, മാതാപിതാക്കൾ എല്ലാവരും ദൈവഭയത്തിൽ നിയന്ത്രിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പിതാവേ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരുന്ന കർത്താവിന്റെ വരവും അനന്തര സംഭവങ്ങളുമാണ്. ആ വിഷയത്തിന്റെ ഒരു ഭാഗത്തിലേക്കും എത്തിച്ചേർക്കുവാൻ കഴിയുകയില്ല എന്നുള്ള സത്യം ഞാൻ ആദ്യമായി സമ്മതിക്കുന്നു. നിങ്ങൾ അറിയാത്ത ഒരു വിഷയത്തെ ഇവിടെ അവതരിപ്പിക്കുവാൻ കഴിവുണ്ട് എന്നുള്ള ഒരു അബദ്ധ ചിന്ത എനിക്കില്ല. നിങ്ങൾ കേട്ട വിഷയത്തെ ഒന്ന് ഓർപ്പിക്കുക. ഇനിയും അനുഗ്രഹീതന്മാരായ ദൈവദാസന്മാർ ഇവിടെ കടന്നു വരും. അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ദൈവം എനിക്ക് വെളിപ്പെടുത്തിയതിനേക്കാൾ ആഴമേറിയ ചിന്തകൾ, പാണ്ഡിത്യങ്ങൾ അവരിലൂടെ ദൈവം നിങ്ങളോട് സംസാരിക്കും. എങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചില വചനങ്ങളെ നമുക്ക് ചിന്തിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രധാനം പെരുമാറെ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ആകയാൽ ഇളകാത്ത രാജ്യം നാം പ്രാപിക്കുവാൻ പോകുന്നത് കൊണ്ട് ദഹിപ്പിക്കുന്ന അഗ്നിയായ നമ്മുടെ ദൈവത്തെ ഭക്തിയോടും ഭയത്തോടും കൂടെ ആരാധിക്കുക, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുക അഥവാ സേവിക്കുക. എബ്രായ ലേഖകൻ അഥവാ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ നോക്കുമ്പോൾ മുഴുവൻ ഇളകുന്ന രാജ്യങ്ങളാണ്. സാമ്രാജ്യങ്ങൾ വരുന്നു പോകുന്നു, ചക്രവർത്തിമാർ വരുന്നു പോകുന്നു, രാജാക്കന്മാർ വരുന്നു പോകുന്നു, നിയമങ്ങൾ വരുന്നു മാറുന്നു, ഒന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. ആകയാൽ എഴുത്തുകാരൻ പറയുകയാണ്, ഇളകാത്ത രാജ്യം പ്രാപിക്കുവാൻ പോകുന്നതിനാൽ നിങ്ങൾ ഭക്തിയുള്ളവരായിരിക്കുക. ഇന്ന് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് 1000 വർഷം ഈ ഭൂമി അക്ഷരാർത്ഥത്തിൽ തന്നെ രാജാവായി ഭരിക്കുന്ന യേശുവിനെയും തന്നോടുകൂടെ രാജാക്കന്മാരായി ഭരിക്കുന്ന ദൈവമക്കളെ കുറിച്ചുമുള്ള വിഷയങ്ങളായിരിക്കും ഈ അടുത്ത 2 ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ നാം ആഗ്രഹിക്കുന്നത്. ബൈബിൾ ഒരു പ്രവചന പുസ്തകമാണ്. ആ പ്രവചന പുസ്തകത്തിൽ ബൈബിളിൽ രാഷ്ട്രീയ പ്രവചനം എന്നൊരു ഭാഗമുണ്ട്. അഥവാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾക്ക് അനുസൃതമായ ഭരണങ്ങളും തകർച്ചകളും ലോക ഭരണകൂടങ്ങളിൽ ഉണ്ടാകുന്നു. യേശുക്രിസ്തു ഇനിയും വരുമെന്നും ഈ ലോകത്തിൽ താൻ രാജാവായി ഭരിക്കുമെന്നും നമുക്ക് എങ്ങനെ വിശ്വസിക്കുവാൻ കഴിയും? കേവലം ഒരു ഉപരിവിപ്ലവ ചിന്തയിലോ ബൈബിൾ വിശ്വസിക്കുന്നത് കൊണ്ടോ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചിരിക്കുന്നത് കൊണ്ടോ അങ്ങനെ വിശ്വസിക്കണമെന്നില്ല. അങ്ങനെ വിശ്വസിക്കുവാനുള്ള ന്യായമായ കാരണങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ ഉപദേശത്തിന്റെ കാറ്റുകളിൽ നമ്മൾ ആടിപ്പോകാതെ നിലനിൽക്കുകയുള്ളൂ. യേശുക്രിസ്തു വീണ്ടും വരുമെന്നും ഭൂമിയിൽ താൻ രാജാവായി ഭരിക്കുമെന്നുമുള്ള കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നാം വിശ്വസിക്കുവാൻ കാരണം ഈ ലോകത്തിലെ ഓരോ ഭരണകൂടങ്ങളെ കുറിച്ചും 1000 വർഷങ്ങൾക്ക് മുൻപേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളുടെ നിവൃത്തിയാണ്. രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള സംഭവവികാസങ്ങളും രാജ്യങ്ങളുടെ മാറ്റങ്ങളും യാദൃശ്ചികമല്ല. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയും ഇറാഖ് കുവൈറ്റിനെ ഇൻവേഡ് ചെയ്തതും ജർമ്മനി വീണ്ടും ഒന്നിച്ചു ചേർന്നതും ഒന്നും യാദൃശ്ചികമല്ല. നമുക്കിന്ന് നമ്മുടെ ഈ ഖത്തറിന് തൊട്ടടുത്ത സ്ഥലമായ കുവൈറ്റിനെ ഇറാഖ് ചില മാസങ്ങൾക്ക് മുൻപേ ഇൻവേഡ് ചെയ്തു. അമേരിക്ക മുഖാന്തരം അതിനെ വിടുവിക്കുകയുണ്ടായി. ഈ സംഭവം നടക്കുന്നതിന് മുൻപേ ജനങ്ങൾ ഭക്ഷണത്തിനു വേണ്ടി ക്യൂ നിൽക്കുമെന്നും ബാങ്ക് ബാലൻസുകൾ മരവിപ്പിക്കപ്പെടുമെന്നും ഞാൻ കുവൈറ്റിന്റെ മണ്ണിൽ നിന്ന് പ്രസംഗിച്ചതാണ്. ആ കാസറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അന്ന് എന്നെ കേട്ട ഒരാൾ, ഈ ഉപദേശിമാര് വാവിളിച്ചാൽ മുഴുവൻ ഇതുപോലെ അബദ്ധങ്ങളെ പറയൂ, കുവൈറ്റിലെ ബാങ്കിന്റെ ബാലൻസ് മരവിപ്പിക്കപ്പെടുമോ?
പക്ഷെ അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു. തോമസ്, വളഞ്ഞുവട്ടംകാരനായ ഒരു സഹോദരൻ, തമിഴ്നാട്ടിലെ അമ്പിളിക്കായി ഇപ്പോൾ താമസിക്കും. അവിടെ ലോകപ്രശസ്തനായ ഡോക്ടർ ചെറിയാനൊരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ യോഗത്തിന് വേണ്ടി തോമസ് എന്നെ വീട്ടിൽ വന്ന് വിളിക്കുകയുണ്ടായി. തന്നെ വിളിക്കുവാൻ പ്രേരിപ്പിച്ചത്, ഞാൻ പ്രസംഗിച്ചപ്പോൾ താനിരുന്ന് അന്ന് പരിഹസിച്ചതിന്റെ ആ പരിഹാസത്തിന്റെ ഒരു പശ്ചാത്താപം പ്രായശ്ചിത്തമായിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയിലാണ്. എന്നാൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കുവൈത്ത് ഇൻവേഷൻ 1000 വർഷങ്ങൾക്ക് മുൻപേ ബൈബിളിൽ വളരെ വ്യക്തമായി പറഞ്ഞ പ്രവചനങ്ങളുടെ നിവൃത്തിയായിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം. ഈ വാക്യത്തിന് 2600 വർഷത്തെ പഴക്കമുണ്ട്. അഥവാ ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപേ ജീവിച്ചിരുന്ന പ്രവാചകനായിരുന്നു യെശയ്യാവ്. വായിക്കാം. എന്റെ കോപത്തിന്റെ കോലായ അശൂറിന് അയ്യോ കഷ്ടം, അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ ഇനി ഇറാഖിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഇറാഖ് എന്ന പേരിൽ ഈ രാജ്യം അറിയപ്പെടുവാൻ തുടങ്ങിയത് 1921 ശേഷമാണ്. അതിനു മുൻപ് ആ രാജ്യം ആ പേരിലല്ല അറിയപ്പെട്ടിരുന്നത്. മെസപ്പൊട്ടോമിയ, പ്രാചീന സംസ്കാരങ്ങൾ ഉറങ്ങുന്ന ഒരു രാജ്യമാണ് ഇറാഖ്. നദികളുടെ ഇടയിൽ കിടക്കുന്നു എന്നർത്ഥം വരുന്ന ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയുടെ വളക്കൂറുകളിൽ ഉറങ്ങുന്ന എന്നർത്ഥം വരുന്ന മെസപ്പൊട്ടോമിയ എന്ന പേരായിരുന്നു അതിനുണ്ടായത്. സകല ജീവജാലങ്ങളുടെയും ആരംഭം അവിടെ നിന്നാണ്. ഏതൻ തോട്ടവും അതിനടുത്ത് തന്നെയായിരുന്നു. ഇറാഖിന്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ബൈബിളിൽ നാം വായിക്കുന്ന നിമ്രോദിനെയാണ് കാണുന്നത്. നിമ്രോദാണ് ഇറാഖിൽ ബാബേൽ ഗോപുരം ഉണ്ടാക്കിയത്. ഇറാഖിൽ വെച്ചാണ് ഭാഷകൾ കലങ്ങിയത്. മലയാളവും തമിഴും തെലുങ്കും ഒക്കെ ഉണ്ടായത് ഇറാഖിൽ വെച്ചാണ്. അവിടെ വെച്ച് ഭാഷകൾ കലങ്ങി ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് ആൾക്കാർ ചിതറന്നു. അതിനുശേഷം ഹുംറാബി എന്ന് പറയുന്ന പ്രശസ്തനായ ഒരു ഭരണതന്ത്രജ്ഞൻ ഇറാഖിലുണ്ടായി, അഥവാ മെസപ്പൊട്ടോമിയയിലുണ്ടായി. അയാളുടെ കാലത്ത് എഴുത്തും വായനയും വലിയ ലൈബ്രറിയും നിയമങ്ങളും ഉണ്ടായിരുന്നു. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്നുള്ള പ്രശസ്തമായ നിയമം ആദ്യമായിട്ട് ഈ ലോകത്തിൽ കൊണ്ടുവന്നത് ഈ ഹുംറാബിയുടെ കാലമാണ്. ഹുംറാബിയുടെ കാലം കഴിഞ്ഞ് പിന്നെ ഹിറ്റിറ്റിയാസ്, കാസറ്റിയാസ്, എലിമറ്റിയാസ് തുടങ്ങിയ പലരും ആ രാജ്യത്തെ ഭരിച്ചു. അശൂർ, ബാബിലോൺ, ഇറാൻ, അലക്സാണ്ടർ, സെലൂക്കസ് തുടങ്ങിയവർ അവിടെ ഭരിച്ചു. അതിനുശേഷം സെലൂക്കസിന്റെ കാലത്ത് റോമാക്കാർ ഭരിച്ചു. 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ ഭരണമായി. പിൽക്കാലങ്ങളിൽ മംഗോൾസ്, ഓട്ടോമാൻ, ബ്രിട്ടീഷുകാർ തുടങ്ങിയവർ ഭരിച്ചു. 1921 ഈ മെസപ്പൊട്ടോമിയയ്ക്ക് അവർ ഇറാഖ് എന്നുള്ള പേര് സ്വീകരിച്ചു. 1932 ഇറാഖ് ബ്രിട്ടീഷുകാരന്റെ കയ്യിൽ നിന്ന് സ്വതന്ത്രമായി. 1958 ഇറാഖിൽ രാജഭരണം അവസാനിച്ചു. 1979 സദാം ഹുസൈൻ ഭരണമേറ്റു. 1980 മുതൽ സദാം ഹുസൈൻ ഇറാനുമായിട്ട് യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഇനി ഇറാഖിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ബാബിലോൺ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അശൂർ, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന നിനവേ, ഇതെല്ലാം ഇറാഖിന്റെ ഭാഗങ്ങളാണ്. അബ്രഹാമിനെ ദൈവം വിളിച്ച ഊര് ഇറാഖിലാണ്. യോനായെ ദൈവം അയച്ച നിനവേ ഇറാഖിലാണ്. അശൂർ രാജാവായ സെൻഹെരീബിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ബാബിലോൺ, നിനവേ, അശൂർ, മെസപ്പൊട്ടോമിയ എന്നൊക്കെയുള്ള വാക്കുകൾ ഇറാഖിന്റെ പൗരാണിക നാമങ്ങളോ ഇറാഖിന്റെ ചില ഭാഗങ്ങളുമാണ്. ഇറാഖ് എന്നുള്ള നാമം 1921 ആ രാജ്യം സ്വീകരിച്ചത്. എന്നാൽ ബൈബിൾ AD 96 തന്നെ എഴുതി അവസാനിപ്പിച്ചതുകൊണ്ട് അന്ന് നിലവിലുണ്ടായിരുന്ന പദപ്രയോഗങ്ങളാണ് ആ രാജ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ശ്രദ്ധയിൽ വേണം ഇനി വായിക്കുവാൻ. അശൂറിന്റെ രാജാവെന്ന് പറഞ്ഞാൽ ഇറാഖിന്റെ രാജാവെന്നാണ് അതിന്റെ അർത്ഥം. കാരണം അശൂർ ഇറാഖിന്റെ ഒരു ഭാഗമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന
VP നരസിംഹറാവു കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നതും തമിഴ്നാടിന്റെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നതും ഒറീസയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറയുന്നത് ശരിയാണ്. കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമായതുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു കേരളത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് സദാം ഹുസൈനെ അശൂരിന്റെ രാജാവെന്ന് വിളിക്കാം. കാരണം അശൂർ ഇറാഖിന്റെ ഒരു ഭാഗമാണ്. ഇനി ഈ ചിന്തയിൽ നമുക്ക് ആ ഭാഗം വായിക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ. എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം. ഇനി ദൈവം പറയുകയാണ്, എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അഥവാ ഇറാഖിന് അയ്യോ കഷ്ടം. അടുത്തത്, അവരുടെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ഇനി അടുത്ത ദൈവം പറയും, ശ്രദ്ധിക്കുക. എന്നാൽ അവന്റെ കയ്യിൽ ഒരു വടിയുണ്ട്, അവന്റെ ക്രോധമാകുന്നു. അവനോ അയ്യോ കഷ്ടം, പക്ഷെങ്കിൽ അവന്റെ കയ്യിലിരിക്കുന്ന വടി തന്നെ ഒരു ക്രോധമാണ്, അതെന്റെ ക്രോധമാണ്. ആ ക്രോധം കൊണ്ട് ഞാൻ മറ്റു ചിലരെ ശിക്ഷിക്കുന്നു. അടുത്തത്, ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. ഇനി ദൈവം ഒരു പേഴ്സണൽ നാം ഉപയോഗിച്ച് പറയാണ്, ഞാൻ അവനെ, അശൂരിനെ അഥവാ ഇറാഖിനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും. അശുദ്ധി നിറഞ്ഞ, പണം കൊണ്ട് അഹങ്കരിച്ചു, ജഡം കൊണ്ട് പുളച്ചു, സ്ത്രീകളെ കൊണ്ട് വ്യഭിചാരികളായും അശുദ്ധമായ ഒരു ജനസമൂഹത്തിലേക്ക് ഞാൻ അശൂരിനെ എന്റെ കോപത്തിന്റെ കമ്പുമായി അയക്കും. അടുത്തത്, അവൻ എന്ത് ചെയ്യും? എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവരുടെ കൽപ്പന കൊടുക്കും. ഞാനൊരു കൽപ്പന കൊടുക്കും, എന്റെ ക്രോധമോടെ വഹിക്കും. ക്രൈസ്തവർ പോലും ഈ ന്യായവിധി നടക്കുന്ന സമയത്ത് വളരെ ഭീകരമായ ചില സംഭവങ്ങളിലേക്ക് നീങ്ങി. അവിടുത്തെ ഷെറട്ടൺ ഹോട്ടൽ മുഖാന്തരം ചില ദൈവദാസന്മാർ വരുന്നത് കൊണ്ട് ഒരു ക്രൈസ്തവ പുരോഹിതൻ തന്നെ ഇവിടെ സുവിശേഷം പറയാൻ ആള് വരുന്നു, അതിന് തടയണമെന്ന് കംപ്ലൈന്റ് എടുത്ത കാലം. ക്രിസ്ത്യാനി തന്നെ, അവൻ തന്നെ ഇവിടെ ഭാഗ്യവശാൽ വന്നതാണ്. പിന്നെ വേറൊരാൾ യേശുവിന്റെ നാമം പറയുന്നതിന് തടസ്സമായി അവൻ തന്നെ മാറി. ഒരു ക്രൈസ്തവ പുരോഹിതൻ ഷെറട്ടൺ ഹോട്ടലിൽ ചെന്നിട്ട് അവിടെ ജോലി ചെയ്യുന്ന പാസ്റ്റർ സാമുവേൽ എന്ന വ്യക്തി മുഖാന്തരം ഇവിടെ അനേക പാസ്റ്റർമാർ വരുന്നു, അതിന് തടയണമെന്ന് ഒരു ക്രൈസ്തവ പുരോഹിതൻ എഴുന്നേറ്റു കംപ്ലൈന്റ് ചെയ്ത കാലം. എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ ലോകവും ജനങ്ങളുമെല്ലാം ഒരു അശുദ്ധമായ നിലയിലേക്ക് പോയതായ സന്ദർഭം. എന്റെ കോപം അവിടെ ചൊരിയും എന്ന് ദൈവം പറഞ്ഞു. അടുത്തത്, എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അടുത്തത്, അവരെ കൊള്ളയിടുവാനും. എന്തെല്ലാമാണ് അവിടെ ചെയ്യുന്നത്? 1, കൊള്ളയിടുവാൻ. അടുത്തത്, കവർച്ച ചെയ്യുവാനും. 2, കവർച്ച ചെയ്യുവാൻ. അടുത്തത്, തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയുവാനും. 3, തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയുവാൻ. അതിനെ പിടിച്ച് എന്നേക്കും അതിന്റെ രാജാവായിരിക്കാനല്ല, 3 കാര്യങ്ങൾ ചെയ്യാൻ: കവർച്ച ചെയ്യാൻ, കൊള്ളയിടാൻ, തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയാൻ. ഇതാണ് അശൂർ മുഖാന്തരം അഥവാ ഇറാഖ് മുഖാന്തരം കുവൈറ്റിൽ നടമാടിയത്. എന്നാൽ ഈ രാജ്യത്തിനെതിരായി ലോകം എതിരാകും എന്ന് ദൈവം നേരത്തെ പറഞ്ഞിരുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം 29, 41, 42 വാക്യങ്ങൾ വായിക്കാം. ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചുകൂട്ടുവീൻ. ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചുകൂട്ടുവീൻ. ഞാൻ പറഞ്ഞല്ലോ, ഇറാഖിന്റെ പൗരാണിക നാമങ്ങളൊന്നാണ് അശൂരെന്നും ബാബിലോണെന്നും നിനവെ എന്നൊക്കെ പറഞ്ഞാൽ ദൈവം പറയുകയാണ്, ബാബേലിന്റെ നേരെ വില്ലാളികളെ വിളിച്ചുകൂട്ടുവീൻ. വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിന്റെ നേരെ ചുറ്റും പാളയമിറങ്ങുവീൻ. വില്ല് കുലയ്ക്കുന്ന ഏവരുമായുള്ളവരെ അതിന് ചുറ്റും, ഖത്തറിലും ബഹറിലുമൊക്കെ ചുറ്റും പാളയമിറങ്ങുവീൻ. ഇനി 41 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. വടക്ക് നിന്നൊരു ജാതി വരുന്നു. ഇനി ഈ ബാബേലിനെതിരായിട്ട് അഥവാ ഇറാഖിനെതിരായിട്ട് ദൈവം പറയുകയാണ്, വടക്ക് നിന്നൊരു ജാതി വരുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ഒരു മഹാജാതിയെയും. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന്. ഭൂമിയുടെ അറ്റം എന്ന് പറഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കാനഡയും അമേരിക്കയുമാണ്. ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ബാബിലോൺ അഥവാ ഇറാഖിനെ കുറിച്ച് 3 പ്രവചനങ്ങളുണ്ട്. ഒന്ന് നടന്നുപോയത്, ഇപ്പോൾ നടക്കേണ്ടത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇനി നടക്കാനുള്ളത്. അതിൽ ഈ വാക്യം ഏതാണ് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഇവരുടെ യുദ്ധത്തിൽ ഒരിക്കലും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അറ്റ്ലാന്റിക് ക്രോസ് ചെയ്ത്
ഫസവി ക്രോസ് ചെയ്ത് ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. കാരണം അന്ന് പ്ലെയിനോ ഒന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാം കുതിരപ്പുറത്തും ഒക്കെ പോയി ചെയ്യുന്ന ചെറിയ യുദ്ധങ്ങളേ ഉള്ളൂ. എന്നാൽ ഈ യുദ്ധത്തിൽ ദൈവം പറയുകയാണ്, ഭൂമിയുടെ അറ്റത്ത് നിന്ന് പടയാളികൾ വരണം. വായിക്കാൻ. വടക്ക് നിന്നൊരു ജാതി വരുന്നു, ആ. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നൊരു മഹാജാതിയെയും ആ. അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു. അനേക രാജാക്കന്മാർ. ഇറാഖിനെതിരെ ഒരു രാജ്യമല്ല, ഒരു രാജാവല്ല, അത് വടക്ക് നിന്നുണ്ട്, ഭൂമിയുടെ അറ്റത്ത് നിന്നുണ്ട്. ആ കൂട്ടത്തിൽ അനേക രാജാക്കന്മാരുണ്ട്. ബാബേലിനെതിരായി വരികയാണ്. വായിക്കാം. അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. ആ. അവർ ക്രൂരന്മാർ, ആ. കരുണയില്ലാത്തവർ തന്നെ. അടുത്തത്. അവരുടെ ആരവം കടൽ പോലെ ഇരയ്ക്കുന്നു. ആ. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണിനിരന്നു നിൽക്കുന്നു. അവർ ഓരോരുത്തരും നിന്റെ നേരെ അണിനിരന്നു നിൽക്കുന്നു. ഓരോരുത്തരും അവരുടെ കുതിരപ്പുറത്ത് കയറി സൗദിയിൽ, ഖത്തറിൽ, ബഹ്റൈനിൽ അണിനിരന്ന രംഗങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകൊണ്ടും ചിലക്ക് ടിവിയിലൂടെയും കാണുവാനായിട്ടിടയായി. 2600 വർഷങ്ങൾക്ക് മുൻപുള്ള പ്രവചനം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുകയായിരുന്നു എന്നുള്ള കാര്യം മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. നാം വിശ്വസിക്കുന്ന ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ഈ വിഷയത്തിൽ ദൈവം എന്താണ് ചെയ്തത്? യിരെമ്യാ പ്രവചനം 51 അധ്യായം 24 25 വാക്യങ്ങൾ. നിങ്ങൾ കാണുക, ഞാൻ ബാബേലിന് സകല കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല നോക്കുക, ബാബേലിനും കൽദയ നിവാസികൾ. ഇറാഖിൽ കൽദയ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് കൽദയ ക്രൈസ്തവരുണ്ട്. തൃശൂരിൽ കൽദയ ക്രിസ്ത്യാനികളുണ്ട്. ഇറാഖിൽ കൽദയ ക്രിസ്ത്യാനികളുണ്ട്. താരിഖ് അസീസ് ഒരു കൽദയ ക്രിസ്ത്യാനിയായിരുന്നു. പിന്നെ അദ്ദേഹം കൺവെർട്ട് ചെയ്യപ്പെട്ടു. സദാം ഹുസൈൻ കൽദയ കുടുംബത്തിലെ ഒരു മുസ്ലിമാണ്. എന്ന് പറഞ്ഞാൽ നെബൂഖദ്നേസറിന്റെ കുടുംബം. അപ്പോൾ ബാബിലോണിലുള്ള എല്ലാവരും കൽദയരല്ല. ഇവിടെ ദൈവം പറയുന്ന വാക്യം ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ കാണുക, ഞാൻ ബാബേലിനും. നിങ്ങൾ കാണുകേ, അഥവാ ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ കാണുകേ, നമ്മൾ കാണുകേ, ഞാൻ ബാബേലിനും സകല കൽദയ ഇനി നിവാസികൾ. ബാബേലിലുള്ള കൽദയ നിവാസികൾ അഥവാ സദാം ഹുസൈന്റെ ആൾക്കാർ, തന്റെ ഗോത്രത്തിലുള്ളവർ, കൽദയ നിവാസികൾക്കും അവർ സിയോനിൽ ചെയ്ത. ദൈവത്തിന് അവിടെ ഇവിടെ യുദ്ധം ചെയ്തതിന്റെ കെറോപ്പിൽ ആരെ അടിക്കാനൊക്കെയല്ല. അവൻ അങ്ങോട്ടടിച്ച മിസൈലിന്റെ കെറോപ്പിലാണ് ദൈവത്തിന് അവനെ അടിക്കാനൊക്കെ. അടുത്തത്. അവർ സിയോനിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിനും ആ. തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്തത്. സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ. ഇനി അതിനെ വിളിച്ചിരിക്കുന്ന നോക്കി, സകല ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ. സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും ലോകത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷെ ഇറാഖ് യുദ്ധമായി കഴിഞ്ഞപ്പോൾ ലോക വ്യാപാര മേഖലകളെ അത് തകർത്തു കളഞ്ഞു. സാമ്പത്തിക നിലകളെ അത് തകർത്തു കളഞ്ഞു. ചില രാജ്യത്തിന്റെ മണിമൂല്യം വളരെ കുറഞ്ഞുപോയി. പലരുടെയും ജോലി നഷ്ടപ്പെട്ടു. ഭയങ്കരം. ലോകത്തിന്റെ 5 വൻകരകളെ അത് ബാധിച്ചു. അമേരിക്കയിലെ പല കമ്പനികൾ അടച്ചുപൂട്ടി. ഈ ഖത്തറിൽ, ബഹ്റിനിൽ, UAE-യിൽ, മസ്കറ്റിൽ ഒക്കെ ഉണ്ടായിരുന്ന പല വ്യാപാര ശൃംഖലകളും തകർന്നുപോയി. പല ബാങ്കുകളും പൊട്ടിപ്പോയി. അതുമായി ബന്ധപ്പെട്ടിരുന്ന പല വ്യാപാരശാലകളും ഇന്ത്യയിൽ അടയ്ക്കപ്പെട്ടു. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. ദൈവം അതിനെ കാണുന്നത് സകല ലോകത്തെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമായിട്ടാണ് അതിനെ കാണുന്നത്. വിനാശക പർവ്വതം. അവന്റെ കയ്യിലിരുന്ന ആയുധങ്ങൾ, ബയോളജിക്കൽ വെപ്പൺസുകൾ എല്ലാം വലിയൊരു വിനാശപർവ്വതം പോലെ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. നിങ്ങളെ ഓരോരുത്തരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരുന്നതാണ്. ഇനി യുദ്ധകാലത്ത് സദാമിന്റെ ചിന്ത എന്തായിരിക്കുമെന്നുകൂടെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ. ഈ വാക്യം ആദ്യം വായിച്ച 5-ാം വാക്യത്തിന്റെ തുടർച്ചയാണ്. അഥവാ ഈ അശുദ്ധ ജാതിയെ ചവിട്ടിക്കളയുവാനായിട്ട് അശൂരിനെ ദൈവേൽപ്പിക്കുന്നു. ചവിട്ടിക്കളയുമ്പോൾ ചവിട്ടിക്കളഞ്ഞവനുണ്ടാകുന്ന ചിന്തയാണ് തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കാം. അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരം. അശൂർ രാജാവ് എന്ന് പറയുന്നത് ഇറാഖിന്റെ രാജാവാണ്. അശൂർ എന്ന് പറയുന്നത് ഇറാഖിന്റെ ഒരു ഭാഗമാണ്. നമുക്കിങ്ങനെ പറയാം, ഞാൻ അശൂർ രാജാവായ സദാമിനെതിരെ. വായിക്കാം. അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയും സന്ദർശിക്കും. എന്റെ കൈയുടെ ശക്തി കൊണ്ട്. ഇനി അവൻ പറയുന്ന ചിന്തയാണ്. വായിക്കാം. എന്റെ കൈയുടെ ശക്തി കൊണ്ട്
എന്റെ ജ്ഞാനം കൊണ്ടും ഞാൻ ഇത് ചെയ്തു. അവൻ പറയാണ് ഇതെല്ലാം ഞാൻ ചെയ്യുന്ന ജ്ഞാനം കൊണ്ടാണ്. അടുത്തത്, ഞാൻ ബുദ്ധിമാൻ, ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും. ഇനി അവൻ ചെയ്ത കാര്യം, ഞാൻ അതിര് മാറ്റി, ഇനി കുവൈത്തില്ല, അത് അനക്സ് ചെയ്യപ്പെട്ടു. അടുത്തത്, അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും. അവൻ പറയാണ് ഞാൻ അവരുടെ ഭണ്ഡാരം കവർന്നു കളഞ്ഞു. അടുത്തത്, പരാക്രമിയെ പോലെ സിംഹാസനസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. നോക്കുക, സിംഹാസനസ്ഥന്മാരായ ഭരണകൂടങ്ങൾ ഓടി സൗദിയിൽ രക്ഷപ്പെട്ടു. താൻ പറയുകയാണ് ഞാനിത് ചെയ്തു. അടുത്തത്, എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. ഇനി അവൻ പറയാണ് ഇത് പിടിക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷിക്കൂട് എടുക്കുന്ന പോലെ ഞാൻ നിസാരം എടുത്തുള്ളൂ, എനിക്കൊന്നും ചെലവായില്ല. അടുത്തത്, ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടകളെ ശേഖരിക്കുന്നത് പോലെ ഞാൻ സർവ്വഭൂമിയെയും കൂട്ടിച്ചേർത്തു. ശ്രദ്ധിക്കുക, ഭരണകൂടമില്ല, രാജാക്കന്മാരോടി, അവരുപേക്ഷിച്ചു കളഞ്ഞു. സദാം പറയുകയാണ് ഞാനത് വളരെ നിസ്സാരമായിട്ടെടുത്തു. അടുത്തത്, ചിറക് അനക്കുകയോ. അവന്റെ അടുത്ത ചിന്തയാണ്, ചിറക് അനക്കുകയോ ചുണ്ട് തുറക്കുകയോ ചുണ്ടു തുറക്കുകയോ ചിലക്കുകയോ ചെയ്യുവാൻ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവൻ പറയുന്നുവല്ലോ. ഒരു യുദ്ധം ചെയ്യാൻ ആവശ്യമുണ്ടായിരുന്നില്ല. ഉപേക്ഷിച്ചു കളഞ്ഞ മുട്ടയെ പോലെ കുവൈത്തിന്റെ ഭരണകർത്താക്കന്മാർ ഓടിക്കഴിഞ്ഞു. പിന്നെ തന്റെ പ്ലെയിനുകൾ അധികം പൊങ്ങേണ്ടി വന്നില്ല, തനിക്കധികം സംസാരിക്കേണ്ടി വന്നില്ല. വളരെ ലാഘവത്തോടെ അതിരുമാറ്റി ഭൂമിയെ തന്റേതാക്കി. അടുത്തത്, വെട്ടുന്നവനോട് കോടാലി വമ്പ് പറയുമോ? ദൈവം ചോദിക്കുകയാണ്, സദാമേ, ഇത്രയും കാര്യം ഞാൻ അനുവദിച്ചത് അവരുടെ അഹങ്കാരത്തെ ഒന്ന് ഒതുക്കാനാണ്. എന്നാൽ ഇപ്പോൾ നിന്റെ കഴിവാണെന്ന് നിനക്ക് തോന്നിപ്പോകുന്നു. വായിക്കാം. വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നത് പോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നത് പോലെയും ആകുന്നു. അതുകൊണ്ട് സൈന്യങ്ങളെ യഹോവയായ കർത്താവ് അവന്റെ പുരുഷന്മാരുടെ ഇടയിൽ ദൈവം പറയാണ് നീ അഹങ്കരിച്ചത് കൊണ്ട് നിന്റെ പുരുഷന്മാരുടെ ഇടയിൽ. അടുത്തത്, അവന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തുന്നത് പോലെ ഒന്ന് കത്തും. നോക്കിയേ, അവന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തുന്നത് പോലെ ഒന്ന് കത്തും. ഇവൻ വലിയ ബാങ്കറിനകത്ത്, വലിയ ഭൂമിക്ക് കീഴെയുള്ള നിലയ്ക്കകത്ത് ഇരുന്നെന്നെ ആരും തോപ്പിക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ അവന്റെ കീഴെ അമേരിക്കയുടെ ലേസർ ബീമുകളുടെ പുറകെ ഫോളോ ചെയ്ത ബോംബ് ഒന്ന് കത്തിയപ്പോൾ അവന് മനസ്സിലായി നീ എവിടെയും അടിച്ചു കളയുമെന്ന്. നീ അഹങ്കരിക്കുമ്പോൾ നിന്റെ അകത്തൊരു കത്ത് കത്തും. ആ വാക്യം ഒന്നുകൂടെ വായിച്ച്. അവന്റെ മഹത്വത്തിന്റെ കീഴെ. അവന്റെ മഹത്വം എന്തായിരുന്നു? ഭൂമിക്കടിയിലെ ബഹുനില കെട്ടിടങ്ങൾ, വലിയ പ്ലാനിൽ പണിതത്. ആരെല്ലാം എന്ത് ചെയ്താലും സാധിക്കില്ലെന്ന് ഓർത്തു. ദൈവം പറഞ്ഞു, നിന്റെ മഹത്വത്തിന്റെ കീഴെ തീ കത്തുന്നത് പോലെ ഞാൻ കത്തിക്കും, നിനക്ക് അവിടെ ഇരിക്കുവാനായി കഴിയും. ഇനി സദാം യുദ്ധത്തിൽ ഉപയോഗിച്ച യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങൾ. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. ഇനി ശ്രദ്ധിക്കുക, ഇറാഖികളെല്ലാം ഇറാഖികളാണെങ്കിലും അതിൽ കൽദയ ഗ്രൂപ്പാണ് ഇപ്പോൾ പ്രാമുഖ്യത്തിൽ നിൽക്കുന്നത്. അവരിൽ ഒരാളാണ് സദാം ഹുസൈൻ, അഥവാ തന്റെ കുടുംബം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ സിറിയൻ ക്രിസ്ത്യൻ, ലത്തിൻ ക്രിസ്ത്യൻ എന്നൊക്കെ പറയാറില്ലേ, എന്ന് പറയുന്നത് പോലെ കൽദയ ഗ്രൂപ്പാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത്. ദൈവം പറയാണ്, വായിക്കാം. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. അടുത്തത്, അവർ തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. ഇനി കൽദേരുടെ സ്വഭാവം എന്താണ്? കൽദേര എന്ന് പറഞ്ഞ ഇറാഖിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതെല്ലാം കൺവേർട്ടും ഒക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. കൽദേന്റെ സ്വഭാവം തങ്ങളുടേതല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കുകയാണ് അവന്റെ ലക്ഷ്യം. അടുത്തത്, അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ന്യായം ഒരു തന്നെയാണ്. ഇസ്ലാമിക് കൺട്രി എന്നുള്ള നിലയിൽ അവർക്കൊരു ഐക്യവും കൂട്ടായ്മയും സൗദിയുടെ സ്വാധീനവും ഒക്കെ മിക്കവാറുമുള്ള രാജ്യമുണ്ടെങ്കിലും കൽദിയർക്ക് മാത്രം അവരുടെ നിയമവും കാര്യങ്ങളൊക്കെ അതിനകത്തു നിന്നാണ്, പുറത്തുനിന്ന് ആരുടെയും അവർ അംഗീകരിക്കുന്നില്ല. അടുത്തത്, അവരുടെ കുതിരകൾ പുള്ളിപ്പുലികളെക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തുനിന്ന് വരുന്നു. തിന്നുവാൻ ബന്ധപ്പെടുന്ന കഴുകനെ പോലെ അവർ പറന്നു വരുന്നു. അവരേവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ
മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബദ്ധന്മാരെ ഇനി അവരുടെ പിടിച്ചു. യുദ്ധതന്ത്രങ്ങളിൽ ഒന്ന് ബദ്ധന്മാരെ പിടിക്കുക എന്നുള്ളതാണ്. അതിന്റെ മറവിൽ യുദ്ധം ചെയ്യുക. കൽദയരുടെ പരിപാടി ഒന്ന് സ്വന്തമല്ലാത്ത വാസസ്ഥലങ്ങളെ പിടിക്കുക, മറ്റൊന്ന് ബദ്ധന്മാരെ മണൽ പോലെ പിടിക്കുക. അടുത്തത് അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. അടുത്തത് അവർ ആരെയും പരിഹസിക്കും. ഈ സമയങ്ങളില് സദാം ഹുസൈന്റെ മിക്കവാറുമുള്ള വാക്കുകൾ ടിവിയിലൂടെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ആ വാക്കുകളിലെല്ലാം ഭരണകർത്താക്കന്മാർ വെറും സാത്താന്റെ മക്കളായിട്ട് ചിത്രീകരിച്ചാണ് അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. കൽദയരുടെ സ്വഭാവം മറ്റെല്ലാവരെയും പുച്ഛമായി തള്ളുന്നു. അടുത്തത് അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. അടുത്തത് പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അടുത്തത് അവർ ഏത് കോട്ടയെയും കുറിച്ച് ചിരിക്കുന്നു. അടുത്തത് അവർ മണ്ണ് കുന്നിച്ചു അതിനെ പിടിക്കും. ഇനി അടുത്ത അവരുടെ തന്ത്രം മണൽ കുന്നിക്കുക, മണ്ണ് കുന്നിച്ചതിനെ പിടിക്കും. ആ യുദ്ധതന്ത്രം ഇറാഖിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. പടസൈന്യങ്ങൾ വരാതിരിപ്പാൻ പല മണൽ കൂനകൾ അവരുണ്ടാക്കി. അവന്റെ യുദ്ധതന്ത്രങ്ങൾ ഒന്നാണ് മണൽ കുന്നിച്ചതിനെ പിടിക്കുക. അടുത്തത് അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്നു അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. അവന്റെ പ്രവർത്തനം അവസാനോട് എഴുതിയിട്ടുണ്ട്. അവൻ കാറ്റുപോലെ പിടിച്ചെടുക്കും, ആരും അറിയാതെ എളുപ്പം നടക്കും. പക്ഷേ അവസാനം അവൻ ആരായിത്തീരും? കുറ്റക്കാരനായിത്തീരും. 2000 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട ഈ പ്രവചനങ്ങൾ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുവാൻ ദൈവം ഭാഗ്യം. ഇറാഖിനോട് പറഞ്ഞ ആ പ്രവചനങ്ങൾ അതുപോലെ നിറവേറിയെങ്കിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഈ ഭൂമിയിൽ ഭരിക്കുമെന്നുള്ള പ്രവചനവും അക്ഷരാർത്ഥത്തിൽ നിറവേറുക തന്നെ ചെയ്യും. എല്ലാവർക്കും കരങ്ങളടിച്ച് പാട്ട് പാടി നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഇറാഖിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞ പ്രവചനങ്ങളുടെ നിവൃത്തി, കുവൈറ്റിൽ സംഭവിച്ച ഭീകരമായ സംഭവങ്ങൾ നാം ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രവചനങ്ങളുടെ നിവൃത്തി കുവൈറ്റിൽ ലോകത്തിന്റെ ഒരു ചരിത്രഭാഗമായി മാറിക്കഴിഞ്ഞു. അവയൊന്നുകൂടെ ദർശിക്കുവാൻ ഇതാ ഒരവസരം. عن المعاناة التي يعيشها أفراد الجيش والقوات المسلحة العراقية في الكويت، وأكدوا أن تلك المعاناة تجعل الغالبية العظمى منهم تنتظر القوات المشاركة في تحرير الكويت لتخليصهم من
says Iraqi ground fire did hit 4 of 12 French Jaguar planes attacking a military airfield in Kuwait. So far, reports indicate only minor resistance from Iraqi forces. At least 4,000 people marched from neighborhood to neighborhood. Television purportedly visiting troops in Kuwait. Hours ago, amid the chaos of battle, a CNN staffer says he spotted President Hussein at the Iraqi television station, apparently preparing to record an announcement. In a fiery radio message, the Iraqi president declared he would not be crushed by the United States. Will be overthrown.